ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. പണ്ട് രേവതി ചേച്ചി ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന ഡയലോഗും ലാലേട്ടൻ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ എന്നൊക്കെ പറഞ്ഞ അതേ നീല ബെഞ്ചും സ്ഥലവും ഒരു മാറ്റവും ഇല്ല. ഊട്ടിയിലേക്ക് വന്നാൽ നമ്മൾ വിട്ടുപോകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ടോയ് ട്രെയിൻ യാത്ര. ഊട്ടിയിൽ നിന്നും മേട്ടുപ്പാളയം വരെ ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട്. തിരിച്ച് മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കും ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട്. നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്നതാണ് ഇവിടെ പേരെങ്കിലും IRCTC ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് കൺഫേം ടിക്കറ്റ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ റെയിൽ യാത്രി ആപ്പ് വഴിയോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ടിക്കറ്റിന് മേട്ടുപ്പാളയം വരെ 290 രൂപയാണ്. ഫസ്റ്റ് ക്ലാസ്സിന് 600 രൂപ. ഇതാണ് മീറ്റർ ഗേജ്. നമ്മുടെ ഇവിടെ ബ്രോഡ് ഗേജ് അല്ലേ, ഇതല്ല ചെറിയൊരു 1 മീറ്ററേ ഉള്ളൂ അകലം, വളരെ ചെറുത്. വീഡിയോയിൽ എങ്ങനെ കാണുന്നുള്ള അറിയില്ല, പക്ഷെ ഞാൻ ഷൂ വെച്ച് അളന്ന് കാണിച്ചത് 1, 2, 3 അടി. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ കൂന്നൂർ നിന്നും ഊട്ടിയിലേക്കാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കൂന്നൂർ വരേക്കും നമ്മൾ ബസ്സിലേക്ക് വന്നിറങ്ങി ഇവിടെ നിന്ന് ഇനി ട്രെയിനിൽ ഊട്ടിയിലേക്ക് തിരിച്ചു പോകും. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നാണ് ഊട്ടി മേട്ടുപ്പാളയം. പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി ആസ്വദിച്ച് നീലഗിരി കുന്നുകളിലൂടെയുള്ള യാത്ര 1854 നിർമ്മാണം തുടങ്ങിയെങ്കിലും 1899 പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ മേട്ടുപ്പാളയം മുതൽ കൂന്നൂർ വരെയായിരുന്നു. 1908 ഊട്ടി വരെയുള്ള പാത നിർമ്മിച്ചു. 2000 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. 16 തുരങ്കങ്ങളും 250 പാലങ്ങളും പാതയിലുണ്ട്. ഇതിൽ 32 വലിയ പാലങ്ങളും റോഡുകൾക്ക് മീതെയുള്ള 15 പാലങ്ങളുമുണ്ട്. മേട്ടുപ്പാളയം മുതൽ കൂന്നൂർ വരെ കൽക്കരി എഞ്ചിനും കൂന്നൂർ മുതൽ ഊട്ടി വരെ ഡീസൽ എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത്. മണിക്കൂറിൽ 13 കിലോമീറ്ററാണ് പരമാവധി വേഗത. കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയം മുതൽ ഊട്ടിയിലെ ഉദകമണ്ഡലം വരെയുള്ള 46 കിലോമീറ്റർ ഏകദേശം 5 മണിക്കൂർ കൊണ്ടാണ് ഈ ട്രെയിനിലൂടെ സഞ്ചരിച്ചെത്തുക. രാവിലെ 7:30 മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിൻ യാത്ര തിരിക്കുക.
ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഓഫ്ലൈനായും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. എങ്കിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് ഓൺലൈനായി ഒരാഴ്ചയോ 2 ആഴ്ചയോ മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പതിനഞ്ച് സ്റ്റേഷനുകളാണ് ഈ യാത്രക്കിടയിലുള്ളത്. പോകുന്ന വഴിക്ക് ഒരുപാട് തുരങ്കങ്ങളും മേൽപ്പാതകളും കടന്നു പോകും. സൈഡ് സീറ്റ് കിട്ടിയാൽ മനോഹരമായ ഈ കാഴ്ചകൾ ആസ്വദിക്കാം. ഇന്ത്യയിൽ 4 സ്ഥലത്താണ് ഇതുപോലെയുള്ള ടോയ് ട്രെയിൻ സർവീസുകൾ ഉള്ളത്. ഒന്ന് മാതേറാൻ മഹാരാഷ്ട്ര, ഡാർജിലിംഗ്, ഷിംല, പിന്നെ ഇവിടെയും. കേരളത്തിലുള്ളവർക്ക് ഏറ്റവും അടുത്ത് ഈ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ തന്നെയാണ്. നിരവധി മലയാള സിനിമയിൽ പശ്ചാത്തലമായ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സുന്ദരമായ റെയിൽവേ സ്റ്റേഷനാണ് കെറ്റി. സമ്മർ ഇൻ ബത്ലേഹം പോലെയുള്ള ഹിറ്റ് സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സ്റ്റേഷൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5616 അടി ഉയരത്തിലുള്ള കൂനൂർ സ്റ്റേഷനിൽ നിന്നും 7228 അടി ഉയരത്തിലുള്ള ഉദകമണ്ഡലം സ്റ്റേഷൻ വരെ ഈ ഡീസൽ എൻജിൻ നമ്മളെയും കൊണ്ട് കയറിപ്പോകുന്ന കാഴ്ച അതിമനോഹരമാണ്.
മഞ്ഞുകാലത്തായിരുന്നു ഈ യാത്രയെങ്കിൽ ഇതിലും സുന്ദരമായേനെ എന്നത് ഓർക്കുന്നു. I see what he loves about you. You're so perfect. Hope you know that you got everything. I messed up and I'm haunted. And if I'm being honest, I see what he loves about you. You're so perfect. Hope you know that you got everything. I messed up and I'm haunted. And if I'm being honest, messed up and I'm haunted. Jealous. I'm jealous. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. സോ ഇറ്റ്സ് മീ ജയപ്രകാശ് സൈനിങ് ഓഫ്. താങ്ക് യു.